ഈശ്വരൻ്റെ പരീക്ഷണം. ഒരിടത്ത് ഒരു സന്യാസി വസിച്ചിരുന്നു. സന്യാസിയുടെ കൈവശം ജനിപ്പിക്കാനും മരിപ്പിക്കാനുമുള്ള മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അത്ഭുത മാന്ത്രിക വിദ്യകൾ കൈവശമുള്ളതുകൊണ്ട് അതിൻ്റെ അഹങ്കാരവും ഉണ്ടായിരുന്നു സന്യാസിക്ക്. ഒരു ദിവസം ആ സന്യാസിയെ പരീക്ഷിക്കുന്നതിന് ഈശ്വരൻ മറ്റൊരു സന്യാസിയുടെ വേഷത്തിൽ അയാളുടെ അടുത്തെത്തി. മഹാത്മൻ, അങ്ങേക്ക് ധാരാളം മന്ത്രങ്ങൾ അറിയാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഈശ്വരൻ പറഞ്ഞു. വന്നിരിക്കുന്നത് വെറും ഒരു സന്യാസിയാണെന്ന് കരുതി അഹങ്കാരത്തോടെ അയാൾ പറഞ്ഞു, ധാരാളം അറിയാം, എന്താ കാണണോ? ആ സമയത്ത് ഒരു ആന തൊട്ടടുത്ത വഴിയിലൂടെ പോകുന്നുണ്ടായിരുന്നു. മഹാത്മൻ, അങ്ങേക്ക് ആ ആനയെ കൊല്ലാൻ കഴിയുമോ? ഈശ്വരൻ ചോദിച്ചു. തീർച്ചയായും കഴിയും. ഇങ്ങനെ പറഞ്ഞ് സന്യാസി ഒരു പിടി മണ്ണ് വാരിയെടുത്ത് കണ്ണടച്ചു മന്ത്രം ചൊല്ലി ആ ആനയുടെ ദേഹത്തിലേക്ക് എറിഞ്ഞു. ആന പെട്ടെന്ന് നിലത്ത് വീണു പിടഞ്ഞു നിശ്ചലമായി. ഈശ്വരൻ പറഞ്ഞു, ഓ, അങ്ങയുടെ കഴിവിനെ സമ്മതിച്ചിരിക്കുന്നു. ഇനി ഒന്നുകൂടി ചോദിച്ചോട്ടെ, അങ്ങേക്ക് ആ ആനയെ ജീവിപ്പിക്കാൻ പറ്റുമോ എന്നോ? എന്താ സംശയം? എന്ന് പറഞ്ഞ് സന്യാസി നിലത്ത് നിന്നും ഒരു പിടി മണ്ണ് വാരിയെടുത്ത് മന്ത്രം ജപിച്ച് ആനയുടെ ദേഹത്തിലേക്ക് എറിഞ്ഞു. ഉടനെ ആന ഉറക്കത്തിൽ നിന്നെന്ന പോലെ എഴുന്നേറ്റ് നടന്നുപോയി. അത് കണ്ട് ഈശ്വരൻ പറഞ്ഞു, ഓ, അങ്ങയുടെ അത്ഭുത ശക്തിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഒന്ന് ചോദിച്ചോട്ടെ, ആന ചത്തതിലും ജനിച്ചതിലും അങ്ങേക്ക് എന്ത് പ്രയോജനം ചെയ്തു? അങ്ങ് മന്ത്രം ചൊല്ലിയാലും ഇല്ലെങ്കിലും ആ ആന എന്നെങ്കിലും ഒരിക്കൽ മരിക്കും. ആനകൾ ജനിക്കുന്നതിലും അങ്ങേക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇത്തരം മന്ത്രസിദ്ധികളിൽ കുടുങ്ങിപ്പോയതല്ലാതെ ഈശ്വരനെ കണ്ടെത്താൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും ചോദിച്ച് ഈശ്വരൻ പെട്ടെന്ന് അപ്രത്യക്ഷനായപ്പോഴാണ് സന്യാസിക്ക് യഥാർത്ഥ ബോധോദയം ഉണ്ടായത്. തനിക്കു ലഭിച്ച മന്ത്രസിദ്ധികളൊക്കെ ഉപേക്ഷിച്ച് സന്യാസി വീണ്ടും ഈശ്വരനെ തേടി നടന്നു.